So just read this question. The question is question number 78. And this question discuss about options and futures. So just go through this question. Can you hear me now? Can you hear me, guys? Yes, sir. Yeah. So question So first question എന്താണ്? You have to calculate the intra-group transfer which are forecast to occur the next period and discuss what problems may arise with respect to it. So intra-group transfer. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? We have to prepare a multilateral netting പോലെ നമ്മൾ ചെയ്യണം. Multilateral netting എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ first of all you have to convert everything to a single currency. Okay. ഇവിടെ നമ്മുടെ കമ്പനിയുടെ കറൻസി ഏതാണ്? ഡോളേഴ്സ്. ഓക്കെ.
അവരാരോടും പറഞ്ഞിട്ടൊന്നും ഇല്ലാന്ന്. അവനിപ്പോ ജോലി കിട്ടിയത് അതുകൊണ്ടാണ് തോന്നുന്നു വെയിറ്റ്. എന്നാ ഓക്കെ. സോ ഫസ്റ്റ് നിങ്ങളൊരു ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്യുക. ഓവിഡ് ബൈ ആൻഡ് ഓവിഡ് ടു. ഓക്കെ. സോ ഏതൊക്കെ കമ്പനീസ് ഉണ്ട്? ഏതൊക്കെയാണ് ഇവിടുത്തെ കമ്പനീസ്? ആംസ്ട്രോങ്, പിന്നെ പറയാം മാസ്റ്ററി, ജിഫിൻ അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ തന്നിക്കുന്ന കറൻസിനെ എല്ലാം നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്യുക. സോ വിൽ യു ഡു ഇറ്റ്? അവർ കൺവേർട്ട് ചെയ്യാനുള്ള റേറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. ഒന്ന് കൺവേർട്ട് ചെയ്തേ. So will you do the conversion? So here Ovid by Armstrong to Armstrong. Vallam varuvo? No. It will be nil. Then Ovid by Armstrong to Horan Company. എത്രയാണ്? 12.17 million. Dollars 12.17. Ovid by dollars 12.7 million. അത് ആംസ്ട്രോങ് ആർക്ക് ഓവ് ചെയ്യുന്ന എമൗണ്ട് ആണ്? കമ്പനിക്ക് ഓവ് ചെയ്യുന്ന എമൗണ്ട് ആണ്. എത്ര വരും അത്? 12.17. നേരെ തിരിച്ചു നോക്കാം. പെട്ടെന്ന് തിരിച്ച് അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എനിക്ക് നെറ്റ് ഓഫ് ചെയ്യാൻ. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് താഴോട്ട് റെസിപ്റ്റ്സ്, ലെഫ്റ്റ് റൈറ്റിലോട്ട് പേയ്മെന്റ്സ്. സോ ആംസ്ട്രോങ് ടു ഹോറൻ, ഓവിഡ് ടു ആംസ്ട്രോങ് ഹോറൻ ഒന്നും ഇല്ല. നെക്സ്റ്റ് വൺ ഓവിഡ് ബൈ ആംസ്ട്രോങ് കമ്പനി, ഓവിഡ് ടു ആംസ്ട്രോങ് കമ്പനി ബൈ മാസി. എന്തിലുണ്ടോ? യെസ്. എത്രയാണ്? ഡോളർ 1.5 pounds. മാസി ടു ഇതിങ്ങനെയാണോ വായിക്കേണ്ടത്? ഇത് ഓവിഡ് ടു ആംസ്ട്രോങ്
by Massey Company. അപ്പൊ എത്ര? She is $19.78. 19.78, yes. Then over to Armstrong Company by Giffin. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. Okay. Giffin Over over by by Giffin to right. Armstrong. എത്രയാണ്? 21.29. 21.29. 21.21 KR ആണ്. കോർണേഴ്സ് ആണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? 21.29 കൺവേർഷൻ റേറ്റ് അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? കോർണേഴ്സ് ടു ഡോളേഴ്സ് എത്രയാണ്? 0.1823. ആണോ? $1 is equal to 5.485. 5.48 കോർണേഴ്സ് അല്ല. മനസ്സിലായോ രഞ്ജിത്തെ? തിരിച്ചും ചെയ്യാലോ. എങ്ങനെയാണോ? ഇപ്പൊ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടില്ലേ, 1 KR is equal to 0.1823 US dollars. അങ്ങനെ ചെയ്തൂടെ? 1 DR is equal to ഡോളേഴ്സ് 0.18. അത് വെച്ചിട്ടും ചെയ്യാം. എത്ര വരും? എത്ര വരും വാല്യൂ? ഡിവൈഡഡ് ബൈ 5.48 will be 3.88. ക്ലിയർ ആണോ? ഇനി അടുത്ത ഇതേപോലെ ഹോറന്റെ ഒന്ന് ചെയ്തേ. over to Horan by Armstrong Company. എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. 12.17. 12.17 ഫസ്റ്റ്. Ode to Horan അല്ലേ ഫസ്റ്റില്? ആംസ്ട്രോങ്. Ode by Armstrong to Horan. 12.17. എത്രയാണ്? 12.17. Then anything else? Horan to Horan is 0. Horan 0. Then over to Horan by Massey. ഉണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ജിഫിൻ ഇല്ല. So total Sir, O2 Massey by Armstrong ഇല്ലേ? to Massey by Armstrong ഉണ്ടോ? നമ്മൾ അടുത്ത കോൾ വെച്ച് ജസ്റ്റ് ഈ സൈഡ് ഒന്ന് ടോട്ടൽ ചെയ്ത്. Then over to Massey by Armstrong എത്രയാണ്? 19.78. over to Massey by Armstrong 1.57. Ode by Massey to Armstrong. 1.57 euros ആണ്. So 1 euros is equal to എത്ര ഡോളേഴ്സ് ആണ്? 1.3591. സോ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യാം അല്ലേ? $1.359. അതല്ലേ വരുന്നത്? കറക്റ്റ്. 1.57 ഡിവൈഡഡ് ബൈ 1.57. കറക്റ്റ് അല്ലേ അത്? Forward by Armstrong Company to Massey euros 1.57. ഒരു യൂറോ എന്ന് പറയുന്നത് 1.35 ആണ്. അപ്പോൾ 1.57 യൂറോസ് എന്ന് പറയുമ്പോൾ how many dollars?
will be $1.15. അല്ലേ? So clear everyone? Next one, Massey to Horan. Over to Massey by Horan. എന്തെങ്കിലും ഉണ്ടോ? 42.65. Over to Massey by Horan എത്രയാണ്? 42.65. South African. 42.65 South African. So എത്രയാണത്? Divided by 1. 10.7296. So 42.65 divided by exchange rate എത്രയാണെന്ന് വന്നിരിക്കുന്നത്? 10.7296. So it will be 3.97. Then Massey to Massey 0. Massey to Giffen എത്രയാണ്? എത്ര വരും? മാസി കമ്പനി ടു ജിഫിൻ എത്ര വരുന്നത്? Over to Massey company by Giffen. Giffen to Massey എത്രയാണ്? euro 1.55. So എത്ര വരും? 1 euro is equal to $1.35. So 1.55 divided by 1.35. Sir, O2 Massey by Armstrong correct ആണോ? എന്നാടാ? O2 Massey by Armstrong. അത് കറക്റ്റ് അല്ലേ? 1.57 അല്ലേ? ഞാൻ മറ്റേ രീതിയിലാണ് ചെയ്തത്. അപ്പോ 1.57 ഡിവൈഡഡ് ബൈ 0.7358. അപ്പോ വേറെയാ വരുന്നത്. അതായത് $1 എന്ന് പറയുമ്പോൾ 0.7358 പൗണ്ട്സ് അല്ലേ? $1 എന്ന് പറയുമ്പോൾ അപ്പോ $1.57 ഐ മീൻ 1.57 പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 0.7358 ചെയ്യണം അല്ലേ? ഇവിടെയും അത് തന്നെയല്ലേ വരുന്നത്? 0.735. So is it clear? So if you are converting it, round off to 2 days Saka, so it will be $2.114. Clear ആണോ? Is it clear, guys? Can you reply in the chat? Yes, sir. നീ ലാസ്റ്റ് ജിഫിന്റെ ചെയ്തേ? ജിഫിൻ ആർക്ക് മാത്രം? ഓവർ ടു ജിഫിൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ? എത്രയാണ്? ഒരെണ്ണം. എത്ര വരും അത്?
അതിന് നമ്മൾ ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ $1 is equal to $1 is equal to 5.48 വന്നു. So it will be 16.35 divided by 5. So it will be 2.9. Clear or no? Is it clear, guys? Yes, sir. Okay. So നിങ്ങളുടെ ടോട്ടൽ ഓവിഡ് ബൈയുടെ സം എടുത്ത് നോക്കണം. Ovid by, what is the sum of Ovid by? So this is sum of Ovid by, then ഇതെല്ലാം ഓവിഡ് ബൈ എന്ന് പറയുമ്പോൾ എന്താ, ദീസ് ആർ നെഗറ്റീവ് ഐറ്റംസ് അല്ലേ, ഇതെല്ലാം ഔട്ട്ഫ്ലോസ് ആണ്, പേയബിൾ ആണ്. ദെൻ ഓവിഡ് 2 എത്രയാണ്? What is Ovid 2? These figures. So നെറ്റ് ചെയ്ത് നോക്കിയേ, ആർക്കാണ് ഏറ്റവും കൂടുതൽ ഓവ് ചെയ്യുന്നത് നോക്കിയേ. So check it out. What's the condition എന്താ? The settlement will be made in dollars and the currency of Armstrong is a parent company. The settlement will be made in the order that the company owing the largest net amount will settle first with the company owed the smallest net amount. അപ്പോൾ നെറ്റ് ചെയ്ത് നോക്കിയേ. ആംസ്ട്രോങ് ജിഫിൻ ആയിട്ടല്ലേ ഫസ്റ്റ് സെറ്റിൽ ചെയ്യാപ്പം. Company owing the largest will settle with the company owed the smallest in dollars. The largest So net okay, that will be Massey. So Massey will, with the largest debt, will pay whom? ജിഫിൻ. ജിഫിൻ ആണോ? ജിഫിനല്ലേ ഏറ്റവും കുറവ്. നെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. സ്മോളസ്റ്റ്. ഏറ്റവും ലാർജസ്റ്റ് എമൗണ്ട് ഓവ് ചെയ്യുന്ന ആരാണ്? മാസി. ഇറ്റ് വിൽ പേ ടു കമ്പനി ഓവ്ഡ് ദ ലാസ്റ്റ്, നേരെ ഓപ്പോസിറ്റ്. ഓവ്ഡ് എത്ര? ഓവ്ഡ് കമ്പനി ഓവ്ഡ് ദ സ്മോളസ്റ്റ് ഇൻ നെറ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ആർക്കാണ് പേ ചെയ്യുന്നത്? ഓർണല്ലേ? മാസി വിൽ സെറ്റിൽ ഓഫ് വിത്ത് ഹോറൻ, റൈറ്റ്? ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. So here we can say that Massey will settle off with Horan എത്രയാണ്? 5.21. By paying 5 point, round off ചെയ്യുകയാണെങ്കിൽ 5.2143, 5.22.
എന്നിട്ടോ ബാക്കിയോ? Then it will pay off Massey will pay Armstrong. Armstrong. How much? 11 Armstrong pay ചെയ്തത്? minus 6.3527. 6 point. How will you get it? 6.3257 calculation എങ്ങനെ കാണിക്കും? 11.5647 minus 5 ചെയ്താ പോരെ? ബാക്കി 11.56 5647 minus 5.22 അല്ലേ? Isn't it? Yes. So 6.3 അല്ലെങ്കിൽ round off ചെയ്യുവാണെങ്കിൽ 6.35. 6.35. ഇനിയോ? And finally Jiffin will pay Armstrong എത്രയാണ്? 3.001 or if you are rounding it off it clear ആണോ? So ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? This is what is known as multilateral netting. അപ്പൊ ആദ്യം നമ്മൾ എല്ലാം കൂടി ഒരു സെറ്റിൽമെന്റ് കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ നെറ്റ് ഓഫ് ഈ ഏത് ഓർഡറിലാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണോ? Yes, sir. Then read the next question. Based on the choice on the futures or option of choice on futures or callers, which Massey is considering and assuming the recommended hedging strategy for 25 million receipt. You have to recommend a choice for the 25 million receipt. The interest ആണോ? അല്ലല്ലോ, ഫോറിൻ കറൻസി അല്ലേ? Tick value എന്താ? അവിടെ ഇത് ഇൻട്രസ്റ്റിന്റെ കാര്യം ഇവിടെ കയറി വരുന്നത്, അതാണ് ഇവിടെ കോളറും കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ ചെയ്തിട്ടില്ല. സോ ആ പാർട്ട് നോക്കണ്ട, പിന്നെ ചെയ്യിപ്പിക്കാം. ഓക്കെ, നമ്മളത് ഡിസ്കസ് ചെയ്യാത്ത. We'll do another question. It's the latest question. Adverin group. Advice on appropriating hedging strategy for US cash flows is to due to receive or pay to LTED company. So question വായിച്ചേ. Just go through that question.
So we'll just discuss that question. So ഇവിടെ Adbrain എന്ന് പറയുന്നത് എന്താണ്? Again, it's a multinational group of companies with its headquarters in Switzerland. The Adbrain Group consists of a number of fully owned subsidiaries and LTD company and associate company based in USA, in which Adbrain Group owns 30% of ordinary equity share capital. The balance owing between the parent and Adbrain and its subsidiaries are settled by multilateral netting. The transaction between parent and LTD are settled separately. So transaction with LTD company. So Adbrain Group wishes to hedge transaction with LTD company which are due to be settled in 4 months time, which is US dollar. Adbrain company will owe LTD company $3.7 million for a major purchase of subsidiary, and LTD company will owe Adbrain US dollar $10.15 million for the non-current asset. And the group's treasury department is considering whether to use money markets or exchange traded currency futures for hedging the transaction. So here, what's the net receipt? 6.45. 6.45. 45. ആ 6.45 നമ്മളപ്പോൾ എന്ത് ചെയ്യണം? We need to hedge അല്ലെ? ആ നെറ്റ് എമൗണ്ട് നമ്മൾ ഹെഡ്ജ് ചെയ്യണം, either using money market or currency futures. പിന്നെ അടുത്തത് എന്താണ്? നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് റേറ്റും ബോറോയിങ് റേറ്റും ഒക്കെ തന്നു. സോ ഇവിടെ റെസിപ്റ്റ് ആണ്. സോ we can just discuss about the technique. മണി മാർക്കറ്റ് ഹെഡ്ജിങ് ആണെങ്കിൽ ഇവിടെ നെറ്റ് റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ നമുക്ക് വന്നിരിക്കുന്നത്? Receipt. നെറ്റ് ഈസ് ഇറ്റ് എ റെസിപ്റ്റ് ഓർ എ പേയ്മെന്റ് ആണോ? ഞങ്ങൾക്ക് റെസീറ്റ് അല്ലേ? റെസിപ്റ്റ്. അപ്പൊ നമ്മൾ റെസിപ്റ്റ് ആണ്, നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ലോണ്. നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ലയബിലിറ്റി ഉണ്ടാക്കണം. നെറ്റ് റെസിപ്റ്റ്. വാട്ട് വി ഹാവ് ടു ഡു ഹിയർ? റെസിപ്റ്റ് ആണ്. അപ്പൊ മണി മാർക്കറ്റ് ഹെഡ്ജിങ്ങിൽ എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി? നമ്മൾ ആദ്യം ഫോറിൻ കൺട്രിയിൽ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം നോക്കുക എത്രയാണ് അവിടുത്തെ ബോറോയിങ് റേറ്റ് എന്ന് നോക്കുക. സോ അവിടുത്തെ യുഎസിലെ ബോറോയിങ് റേറ്റ് എത്രയാണ്? 3.7 മില്യൺ. ഇത് 4 മന്ത്സിലാണ് സെറ്റിൽ ചെയ്യേണ്ടത്. അപ്പോൾ 4 മന്ത്സിലേക്കുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് ഡിസ്കൗണ്ട് ചെയ്യാതെ എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. ആ ഡിസ്കൗണ്ട് ചെയ്ത എമൗണ്ടിനെ കൺവേർട്ട് ചെയ്യുക. ഇന്നത്തെ റേറ്റിൽ, സ്പോട്ട് റേറ്റിൽ കൺവേർട്ട് ചെയ്യുക. എന്താണ് സ്പോട്ട് റേറ്റ്? ഇവിടെ തന്നിട്ടുണ്ടോ? ഇവിടെ ഒന്നും തന്നിട്ടില്ല, താഴെ തന്നിട്ടുണ്ട് സ്പോട്ട് റേറ്റ്. ഓക്കെ, ഇവിടെ സ്പോട്ട് റേറ്റ് ആണ്. അപ്പൊ ഈ സ്പോട്ട് റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ദെൻ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് ഡെപ്പോസിറ്റ് ചെയ്യും. ഏതാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? 2.7 4 months റേറ്റിൽ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ ഇനി ഫ്യൂച്ചറിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ 4 മന്ത്സിലാണ് നമുക്ക് ഈ റെസിപ്റ്റ് കിട്ടാൻ പോകുന്നത്. 4 മന്ത്സിൽ നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഏത് ഫ്യൂച്ചർ എടുക്കണം? ഇവിടെ 2 ഫ്യൂച്ചർ വന്നിട്ടുണ്ട്. 3 മന്തിൽ എക്സ്പയർ ആവുന്ന ഫ്യൂച്ചറും തന്നിട്ടുണ്ട്, 6 മന്ത്സിൽ എക്സ്പയർ ആവുന്ന. നമ്മൾ ഏത് വേണം എടുക്കാൻ? 6 മന്ത്സ്. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പേയ്മെന്റ് ഡേറ്റോ റെസിപ്റ്റ് ഡേറ്റോ കഴിഞ്ഞ് തൊട്ടടുത്ത് എക്സ്പയർ ആവുന്ന ഫ്യൂച്ചർ വേണം നമ്മൾ എടുക്കാൻ. അപ്പൊ നമ്മൾ ഏതെടുക്കണം? We should do the 6 months. Okay. Then നമ്മൾ ഇനി സെക്കൻഡ് സ്ട്രാറ്റജി സെറ്റപ്പ് ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ ഫ്യൂച്ചേഴ്സ് കോട്ട് ചെയ്തേക്കുന്ന ഏതിലാണ്? CHF-ലാണ്. Here the futures are quoted in CHF. അപ്പോൾ CHF-ന്റെ മൂവ്മെന്റ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഇവിടെ എന്തിന്റെ മൂവ്മെന്റ് വരുന്നത്? ആ ഫ്യൂച്ചറിന്റെ മൂവ്മെന്റ് വരുന്നത്. അപ്പൊ അതിന്റെ ബേസിസിൽ വേണം നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി സെറ്റപ്പ് ചെയ്യാൻ. ദാറ്റ് ഈസ്, എന്താണ് സ്ട്രാറ്റജി? എന്താണ് നമ്മുടെ സ്ട്രാറ്റജി? ബൈ ആണോ സെല്ലാണോ എന്നുള്ള ആ സ്ട്രാറ്റജി നമ്മൾ സെറ്റപ്പ് ചെയ്യാം.
അപ്പോൾ നമ്മൾ അത് എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ നോക്കുക. Receipt. നെറ്റ് റെസിപ്റ്റാ, Net receipt. നെറ്റ് റെസിപ്റ്റ് ആണ്. അപ്പോൾ നെറ്റ് റെസിപ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതിലാണ് റെസിപ്റ്റ് വരുന്നത്? ഡോളർ റെസിപ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഈ ഡോളർ റെസിപ്റ്റ് നമുക്ക് എന്തിലോട്ട് മാറ്റണം? CHF. CHF-ലോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡോളർ സെല് ചെയ്യും, CHF Right. ബൈ. So we will sell dollars and buy CHF. ഇവിടെ നമുക്ക് ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ഏതിലാണ്? ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ഏതിലാണ്? CHF. CHF-ലാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി 4 മാസം കഴിഞ്ഞ് നമ്മൾ CHF ബൈ ചെയ്യാൻ നേരം നമുക്ക് കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടി വരുമോ? അതായിരിക്കും നമ്മുടെ റിസ്ക് അല്ലേ? അല്ലേ? അപ്പൊ അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ആക്ച്വൽ ട്രാൻസാക്ഷൻ. ഇതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിലോട്ട് ഇറങ്ങിയത്? ഫ്യൂച്ചറിലോട്ട് ഇറങ്ങിയത്. സോ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? ബൈ നൗ സെൽ ലേറ്റർ. ബൈ നൗ സെൽ ലേറ്റർ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതിന് വരെ എപ്പോഴും ഇത് നോക്കുക. എന്താണ്? ആദ്യം നിങ്ങൾ ഈ സംഭവം എഴുതി നോക്കുക. ഏത് കറൻസിയാണ് സെല്ല്, ഏത് കറൻസിയാണ് ബൈ. അപ്പൊ ഇവിടെ CHF ബൈ എന്നാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? CHF ബൈ ആണ്. കോൺട്രാക്ട് അവൈലബിളും CHF-ലാണ്. അപ്പൊ ബൈ നൗ സെൽ ലേറ്റർ. സപ്പോസ് കോൺട്രാക്ട് അവൈലബിൾ ഡോളറിലായിരുന്നെങ്കിൽ നമ്മൾ എന്തെടുത്തേനെ? നമ്മുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? സെൽ നൗ ബൈ ലേറ്റർ ആയിട്ട്. ക്ലിയർ ആണോ? അൾട്ടിമേറ്റ്ലി അവർ ഉദ്ദേശിക്കുന്ന, അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ CHF ബൈ ചെയ്യാൻ നേരം ഒരു ഹയർ റേറ്റ് പേ ചെയ്യേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ സ്ട്രാറ്റജിക്ക് ഇറങ്ങുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി അന്ന് നമ്മൾ CHF എന്ത് ചെയ്യണം? ക്ലോസ് ഔട്ട് ചെയ്യുന്ന നേരം CHF ഫ്യൂച്ചർ സെല്ല് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഒരു ഗെയിൻ കിട്ടും. ആ ഗെയിൻ വെച്ച് നമ്മളിപ്പോ ഈ ബൈ ചെയ്യുമ്പോൾ ഉള്ള ലോസിനെ നമ്മൾ നെറ്റ് ഓഫ് ചെയ്യാൻ പോകും. ഇതാണ് നടക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അത്രയും നിങ്ങൾ ചിന്തിക്കേണ്ട. എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുക? നിങ്ങളുടെ കറൻസീസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സോ ഡോളർ റെസിപ്റ്റ് ആണ്, ഡോളർ സെല് ചെയ്യണം, CHF ബൈ ചെയ്യണം. അപ്പോൾ ഇനിയും അത് കഴിഞ്ഞ് കോൺട്രാക്ട് ഏതിലാണ് അവൈലബിൾ നോക്കുക. കോൺട്രാക്ട് ഇവിടെ അവൈലബിൾ ഏതിലാണ്? കോൺട്രാക്ട് ഈസ് അവൈലബിൾ ഇൻ CHF. അപ്പൊ നമ്മൾ എന്തെടുക്കണം? നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? ബൈ നൗ സെൽ. അപ്പൊ നമ്മുടെ ആ കറൻസി എന്താണ് ചെയ്യേണ്ടത്? ഏതിലാണ് നമ്മുടെ കോൺട്രാക്ട് അവൈലബിൾ നോക്കുക. സപ്പോസ് ഇവിടെ ഡോളേഴ്സിലായിരുന്നു കോൺട്രാക്ട് അവൈലബിൾ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോളർ ഫ്യൂച്ചർ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തേനെ? സെൽ നൗ ബൈ ലേറ്റർ ഓപ്ഷൻ എടുത്തേനെ. നമ്മുടെ സെറ്റപ്പ് ക്ലിയർ ആണോ? ഡോളേഴ്സിലായിരുന്നു കോൺട്രാക്ട് എങ്കിൽ ആ കോൺസെപ്റ്റ് മനസ്സിലായില്ല. ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ ഇവിടെ നമുക്കിപ്പോ ഫ്യൂച്ചേഴ്സ് ഇവിടെ തന്നേക്കുന്ന ഏതിലാണ്? CHF-ലാണ് ഫ്യൂച്ചേഴ്സ്. സപ്പോസ് ഡോളേഴ്സിലാണെങ്കിൽ ഫ്യൂച്ചർ എങ്കിൽ എനിക്ക് അതേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡോളേഴ്സിൽ ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മുടെ അസംപ്ഷൻ എന്താണ്? ഡോളറിന്റെ വാല്യൂ കുറയുവാണെന്നുള്ളത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് സെനാരിയോ എടുക്കണം. മനസ്സിലായോ? ഐ നീഡ് ടു പേ മോർ എന്നുള്ളൊരു ആ ഒരു സംഭവമാണ്. CHF-ന്റെ വാല്യൂ നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഐ ഹാവ് ടു പേ മോർ എന്നുള്ളൊരു ഇത് കാരണം ഞാൻ ബൈ നൗ സെൽ ലേറ്റർ. അപ്പൊ ഇത്രേ ഉള്ളൂ. ആ ശരിക്കും നമ്മൾ ആ ഫ്യൂച്ചേഴ്സ് എടുത്തു കഴിയുമ്പോൾ ക്ലോസ് ഔട്ട് ചെയ്യുന്ന ദിവസത്തിൽ നമുക്കൊരു ഗെയിൻ വരണം. അപ്പൊ ക്ലോസ് ഔട്ട് ചെയ്യണം ഗെയിൻ വരണമെങ്കിൽ ആക്ച്വൽ ട്രാൻസാക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കേണ്ടത്. മനസ്സിലായി? കാരണം രണ്ടിടത്തും ബൈ ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇത് വരത്തില്ല. അപ്പൊ ഒരിടത്ത് എനിക്ക് അസംപ്ഷൻ ഉണ്ട് ബൈ ചെയ്യുമ്പോൾ എനിക്ക് CHF ബൈ ചെയ്യുമ്പോൾ ഒരു ഹയർ റേറ്റ് പേ ചെയ്യേണ്ടി വരും. ആസ് എ റിസൾട്ട് ഐ വിൽ ഇൻകർ എ ലോസ്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഒരു ഫ്യൂച്ചറിൽ ഇറങ്ങി, ദാറ്റ് ഈസ് ബൈ നൗ സെൽ ലേറ്റർ. അപ്പൊ ഞാൻ ഇപ്പം ഒരു ലോവർ റേറ്റിന് ആ ഫ്യൂച്ചർ വാങ്ങിച്ചിട്ട് ഫ്യൂച്ചറിൽ CHF-ന്റെ വാല്യൂ കൂടുമ്പോൾ when I sell it, I will get a higher gain. ആ ഗെയിനെ ഞാൻ എന്ത് ചെയ്യും? എന്റെ ആക്ച്വൽ ട്രാൻസാക്ഷനിൽ CHF ബൈ ചെയ്യുമ്പോൾ വരുന്ന ലോസിനെ നെറ്റ് ഓഫ് ചെയ്യും. ക്ലിയർ ആണോ? സോ ഇതാണ് ഇതിന്റെ സ്ട്രാറ്റജി. അപ്പോ ഞാൻ ഇതിന്റെ ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള റെക്കോർഡിംഗ് സെൻഡ് ചെയ്ത് തരാം, ഈ ആംസ്ട്രോങ്ങിന്റെ. സോ അതൊന്ന് നോക്കാം. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് മണി മാർക്കറ്റും അതേപോലെ
ഈ പറഞ്ഞ ഫ്യൂച്ചേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ ഈ മൾട്ടിലാറ്ററൽ നെറ്റിങ്ങിന്റെ ഭാഗം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ ചെയ്തതല്ല മൾട്ടിലാറ്ററൽ നെറ്റിങ്, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ഇടാം. ഞാൻ അഡ്വറിന്റെ ക്വസ്റ്റ്യന്റെ ഇത് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ. ഓക്കെ, Thank you, sir.